നിങ്ങളുടെ ക്ലാസ്സിലെ ആ ടോപ്പർ സ്റ്റുഡന്റിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും പറയും അവൻ ജന്മനാ ബുദ്ധിമാനാണ് അല്ലെങ്കിൽ ഭയങ്കര ഭാഗ്യവാനാണെന്ന്. പക്ഷേ സത്യമതല്ല. അവർ പിന്തുടരുന്ന ഒരു സീക്രട്ട് സിസ്റ്റമുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച 1% വിദ്യാർത്ഥികൾ മാത്രം ഉപയോഗിക്കുന്ന ആ 7 സ്ട്രാറ്റജികളിതാ. 1. ഡീപ്പ് വർക്ക്, ആഴത്തിലുള്ള പഠനം. 10 മണിക്കൂർ പുസ്തകം തുറന്നുവെച്ച് സ്വപ്നം കണ്ടിരിക്കുന്നതിനേക്കാൾ 3 മണിക്കൂർ പൂർണ്ണ ശ്രദ്ധയോടെ പഠിക്കുന്നതാണ് ടോപ്പേഴ്സിന്റെ രീതി. ഇതിനെയാണ് ഡീപ്പ് വർക്ക് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ബ്രെയിനിൽ മൈലിൻ എന്നൊരു കെമിക്കൽ പാളി രൂപപ്പെടും. ഇത് നിങ്ങളുടെ ലേണിംഗ് സ്പീഡ് വർദ്ധിപ്പിക്കുകയും കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ആക്ഷൻ പ്ലാൻ. പഠിക്കാൻ ഒരു നിശ്ചിത സമയവും ശാന്തമായ സ്ഥലവും കണ്ടെത്തുക. പഠിക്കുമ്പോൾ ഫോൺ സൈലന്റാക്കി മറ്റൊരു മുറിയിൽ വയ്ക്കുക. ആ സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ പുസ്തകത്തിനുമിടയിൽ മറ്റൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. 2. സെൽഫ് ഡിസിപ്ലിൻ പ്ലസ് ലോങ് ടേം വിഷൻ. പഠിക്കാൻ മൂഡുള്ളപ്പോൾ മാത്രം പഠിക്കുന്നവരാണ് ആവറേജ് സ്റ്റുഡൻസ്. എന്നാൽ ടോപ്പേഴ്സിന് എന്നും പഠിക്കാൻ മൂഡുണ്ടാകണമെന്നില്ല. പക്ഷേ അവർക്ക് ഡിസിപ്ലിനുണ്ട്. അവരുടെ മുറിയിൽ പലപ്പോഴും ഒരു വിഷൻ ബോർഡ് കാണാം. താൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് എന്നവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ഒരു വലിയ ലക്ഷ്യം, വിഷൻ, അവരെ മടികൂടാതെ എന്നും എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്നു. ആക്ഷൻ പ്ലാൻ. നിങ്ങളുടെ ലക്ഷ്യം, ഡ്രീം ജോബ്, കോളേജ് അല്ലെങ്കിൽ പേരൻസിന്റെ സ്മൈൽ ഒരു പേപ്പറിൽ എഴുതി എന്നും കാണുന്ന സ്ഥലത്ത് ഒട്ടിക്കുക. സ്വയം ചോദിക്കൂ, ഇന്ന് ഞാൻ എന്റെ ലക്ഷ്യത്തിനു വേണ്ടി അധ്വാനിച്ചോ? 3. മൈൻഡ് ഡീടോക്സ്. മനസ്സിനെ റീസെറ്റ് ചെയ്യാം. പഠിക്കാനിരിക്കുമ്പോൾ മുൻപത്തെ പരാജയങ്ങളെക്കുറിച്ചും മറ്റുള്ളവരുടെ പരിഹാസങ്ങളെക്കുറിച്ചും ചിന്തിച്ച് സമയം കളയാറുണ്ടോ? മനസ്സ് നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരുന്നാൽ പുതിയ അറിവുകൾ തലച്ചോറിലേക്ക് കയറില്ല. ഇതിന് ടോപ്പേഴ്സ് ഉപയോഗിക്കുന്നത് 4-7-8 ബ്രീത്തിംഗ് ടെക്നിക്കാണ്. എന്ത് ചെയ്യണം? 4 സെക്കൻഡ് ശ്വാസമെടുക്കുക, 7 സെക്കൻഡ് ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുക, 8 സെക്കൻഡ് കൊണ്ട് സാവധാനം പുറത്തേക്ക് വിടുക. ദിവസവും 5 മുതൽ 10 തവണ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ആകുലതകൾ മാറ്റി ഫോക്കസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 4. സെൽഫ് ടെസ്റ്റിംഗ്. സ്വയം പരീക്ഷിക്കൂ. ഭൂരിഭാഗം വിദ്യാർത്ഥികളും പരീക്ഷാ ഹാളിൽ പോയിട്ടാണ് ആദ്യമായി ചോദ്യങ്ങൾ നേരിടുന്നത്. എന്നാൽ ടോപ്പേഴ്സ് എല്ലാ ആഴ്ചയും സ്വയം പരീക്ഷകൾ നടത്തും. പഠിച്ച കാര്യങ്ങൾ പുസ്തകം നോക്കാതെ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആക്റ്റീവ് റീകോൾ, ബ്രെയിൻ ആ വിവരങ്ങൾ വളരെ ശക്തമായി സേവ് ചെയ്യുന്നു. പരാജയപ്പെടുമെന്ന പേടിയല്ല, മറിച്ച് എവിടെയാണ് തനിക്ക് തെറ്റുന്നത് എന്ന് കണ്ടെത്താനുള്ള താൽപ്പര്യമാണ് അവരെ മുന്നിലെത്തിക്കുന്നത്. 5. എൻവയോൺമെന്റ് ഡിസൈൻ. സാഹചര്യം ഒരുക്കുക. നിങ്ങളുടെ സറൗണ്ടിങ്സ് ആണ് നിങ്ങളുടെ ശീലങ്ങളെ തീരുമാനിക്കുന്നത്. പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് ടിവിയോ ഫോണോ നോട്ടിഫിക്കേഷനുകളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ പോകും. ടോപ്പേഴ്സ് അവരുടെ സ്റ്റഡി ടേബിൾ ഒരു ലൈബ്രറി പോലെ പ്ലാൻ ചെയ്യുന്നു. എന്ത് ചെയ്യണം? ബെഡിലിരുന്ന് പഠിക്കുന്നത് ഒഴിവാക്കുക. കാരണം ബെഡ് ഉറങ്ങാനുള്ളതാണെന്ന് നിങ്ങളുടെ ബ്രെയിനിനറിയാം. പഠിക്കാൻ മാത്രമായി ഒരു പ്രത്യേക കസേരയും മേശയും ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കും. 6. സിസ്റ്റം ബേസ്ഡ് ലേണിംഗ്. സിസ്റ്റം ഉണ്ടാക്കുക. ടോപ്പേഴ്സ് ഒരിക്കലും ഇന്ന് എന്ത് പഠിക്കും എന്നാലോചിച്ച് സമയം കളയില്ല. അവർക്കൊരു വീക്ക്ലി മാപ്പ് ഉണ്ടാകും. എന്ത് ചെയ്യണം? ഓരോ ദിവസവും ഏത് സബ്ജക്റ്റ് ഏത് സമയം പഠിക്കണം എന്ന് നേരത്തെ തീരുമാനിക്കുക. ഓരോ ടോപ്പിക്ക് തീരുമ്പോഴും അതൊരു ചെക്ക് ലിസ്റ്റിൽ ടിക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. ആക്റ്റീവ് റീകോൾ പ്ലസ് സ്പേസ്ഡ് റെപ്പിറ്റീഷൻ. പഠിച്ച കാര്യങ്ങൾ മറന്നുപോകാതിരിക്കാൻ ടോപ്പേഴ്സ് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണിത്. ഒരു കാര്യം പഠിച്ചാൽ അത് കൃത്യമായ ഇടവേളകളിൽ ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം എന്നിങ്ങനെ വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ അറിവ് നിങ്ങളുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് എന്നേക്കും സേവ് ആകും. പഠനം കഠിനാധ്വാനം മാത്രമല്ല, അതൊരു സ്ട്രാറ്റജിയും കൂടിയാണ്. ഈ സിസ്റ്റം പിന്തുടർന്നാൽ നിങ്ങൾക്കും ആ 1% ലിസ്റ്റിലെത്താം. നിങ്ങൾ ഈ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ കമന്റിൽ "ഐ ആം റെഡി" എന്ന് ടൈപ്പ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.